ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങൾ ലുലു വന്നേക്കും കേട്ടോ. അപ്പോൾ മുർബ ലുലു കുറേ നാളുകളായി നമ്മൾ ഇതിനകത്ത് വരണം. ഒരു വർഷമായി കേട്ടോ. നമ്മൾ ഇതിനകത്തേക്കൊന്ന് വരണം എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ വെക്കേഷന് പോയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വന്നിട്ടില്ല. വെക്കേഷന് മുമ്പ് വരെ നമ്മൾ വരുമായിരുന്നു ഇവിടെ, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഞങ്ങൾ വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് അകത്തേക്ക് പോയിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, എസ്കലേറ്റർ കയറുന്നത് ഞാനും കയറി, ഞാനും കയറി. ഞാനും ഇങ്ങോട്ട് നോക്കിക്കേ, പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് അടിപൊളിയാന്ന് പറ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാടാ, ഇങ്ങോട്ട് നോക്ക്. ഞാനും ഇങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയുണ്ട് അടിപൊളി എക്സ്പീരിയൻസ്. ഒരുപാട് ഓഫറും കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ. മൊത്തത്തിൽ ഭയങ്കര റഷാണ്. കാരണം നാളെ ഓണമാണല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു റഷ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫറിൻ്റെ അടുത്തേക്ക് തള്ളിക്കയറിയാണ് പോണത്. അവളും കൊച്ചും കൂടെ എന്താണ് ഓഫർ എന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. ഗൈസ്, നമ്മൾ ഇത് മുർബ ലുലു ആണ് കേട്ടോ. ഇതിനകത്ത് നല്ല ഓഫറുണ്ട്. നമുക്ക് ഐക്കണ്ട മിക്സിയൊക്കെ 159 രൂപയാണ്. ഓഫറുണ്ടോ? ഇതിന് എന്നാ വേണ്ടേ? അകത്തുണ്ട്, വേറെ നല്ല മുട്ടായില്ല. അത് പോളത് അകത്തുണ്ടെന്ന് പറയാൻ. അത് പോളാണ്. അവൻ ഏതോ ഒരു മുട്ടായിക്ക് വേണ്ടിട്ട് ബഹളം വെക്കുക. ഏത് മുട്ടായി വേണ്ടേ? പപ്പ എടുത്തുതരാം. ഏത് മുട്ടായി വേണ്ടേ? ട്രോളി ഒന്നും വേണ്ടല്ലോ. ട്രോളി എടുക്കാണ്ട് ഒറ്റ വിടിയില്ല. അവളൊരു ട്രോളി എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ട്രോളി എടുക്കുന്ന കാര്യത്തെ പറ്റി ആലോചിച്ചത് തന്നെ. ട്രോളി എടുക്ക്. ചെറുക്കനാ ട്രോളി എടുക്കുന്നത്. എന്താ പൊന്നെ മതി. പോട്ടെ അതേക്കോട്ടെ. ഇതെന്തൊക്കെ സംഭവിക്കുമെന്ന് യാതൊരു പിടുത്തവുമില്ല. ആകെ മൊത്തം 500 റിയാലും ഉണ്ട്. ഒരു ലോഡ് പർച്ചേസിങ്ങുമായിട്ട് ഇറങ്ങിയേക്കുക. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്. നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ എനിക്കറിയില്ല എന്താവുമെന്ന്. കണ്ടില്ലേ, ട്രോളി തള്ളാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പം നമുക്ക് ബാക്കി അകത്തുനിന്ന് കാണാം. നമ്മൾ പോകുന്നത് കുറച്ച് ഗ്രോസറി സെക്ഷൻ വാങ്ങിക്കാനായിട്ട് ഗ്രോസറി സെക്ഷനിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഗ്രോസറി സെക്ഷൻ. അപ്പോൾ നമുക്ക് ഓണത്തിനുള്ള ഓരോരോ സാധനങ്ങൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം. തിരുവോണം നാളെയാണെങ്കിലും ഓണത്തിൻ്റെ എല്ലാവിധ പ്രിപ്പറേഷൻസും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓണത്തിൻ്റെ എല്ലാ സദ്യ ഐറ്റംസും അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാം. സാമ്പാർ, പച്ചടി, നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത എല്ലാ സാധനങ്ങളും. പായസം എത്ര കൂട്ടം പായസമാണ് നോക്കാം. എത്ര കൂട്ടം അത് ഞാൻ കണ്ടില്ല കേട്ടോ. പാലട പായസം, അടപ്രഥമൻ, പരിപ്പ് പ്രഥമൻ, ഗോതമ്പ് പായസം, എല്ലാ ഐറ്റംസും ഉണ്ട് ഗൈസ്. ഇവിടുത്തെ ശബ്ദം കാരണം ഒരുപാട് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ എല്ലാവിധ പായസം, നമുക്ക് എത്ര പായസം വേണമെന്ന് എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് അടിപൊളി സദ്യ കഴിക്കാം. തീർച്ചയായിട്ടും കേട്ടോ. എല്ലാവരും വന്ന് നമ്മുടെ സദ്യ വട്ടങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ബ്രോഷറി ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലോ, ഓണോത്സവം. ചേട്ടാ, നമുക്ക് സദ്യ എല്ലാം സെപ്പറേറ്റ് മേടിക്കണം. ഇന്ന് നാളത്തേക്ക് കൊണ്ട് നമ്മൾ സദ്യ ബുക്ക് ചെയ്യണം. ഇന്നിപ്പോൾ നമ്മളെല്ലാം കറികൾ സെപ്പറേറ്റ് മേടിക്കണം. അപ്പം ഞാൻ അടപ്രഥമനാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് കറികൾ ഏത് വേണമെങ്കിലും സെപ്പറേറ്റ് മേടിക്കാം. എന്തൊക്കെ എടുക്കണം? അടപ്രഥമൻ കാലിയായി. എല്ലാവരും എത്താൻ മേടിക്കുന്നു. ചെറുക്കൻ കാണിക്കുന്ന പണി നോക്കും. ഒരു ട്രോളി എടുത്തോണ്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഉടക്കത്തെ പരിപാടിയായിട്ട്
എന്തുവാ ഞാൻ നീ കാണിക്കണേ? കൂട്ടുകറി 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 കേബേജ് തോരൻ കിച്ചടി കാളൻ എല്ലാം ഉണ്ട് ഗൈസ്. കിച്ചടി, കൂട്ടുകറി, കാളൻ, സാമ്പാർ, അവിയൽ, തോരൻ, എന്ത് വേണം. ഈ വർഷത്തെ ഓണം നമുക്ക് ലുലുവിനോടൊപ്പം ആഘോഷിക്കാം. ഇനി എടുക്കാനൊന്നുമില്ല കഴിച്ചു സകലമാന സാധനങ്ങളുണ്ട്. എന്നാൽ പിന്നെ ഒരു സദ്യ അങ്ങ് മേടിച്ചാൽ മതിയായിരുന്നു. കിച്ചടി എടുത്ത്, പച്ചടി എടുത്ത്, പോലെ തോരൻ, അവിയൽ, കൂട്ടുകറി, സകലമാന സാധനങ്ങളൊക്കെ എടുത്തു. ഇനി റൈസും കൂടി മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് നാളെ ഇനിയിപ്പോൾ ഓണസദ്യ ഉണ്ടാക്കേണ്ട കാര്യമില്ല. നാളത്തേക്ക് സദ്യ ഉണ്ടാക്കിയത്. ഇന്ന് രാത്രി നമ്മൾ സ്പെഷ്യലായിട്ട് കഴിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ ചേട്ടൻ സ്പെഷ്യൽ അഡീഷൻ ആണ് കേട്ടോ. ഇവിടുത്തെ ചേട്ടൻ അടിപൊളിയാണ്. പുള്ളി ഭയങ്കര നമുക്ക് ഭയങ്കരമായിട്ട് സ്നേഹമാണ് പുള്ളി. നമുക്ക് എന്നൊക്കെ വേണോ നമുക്ക് എല്ലാം കൂടുതലിട്ട് പുള്ളി തരുള്ളൂ. ചേട്ടനെ കൊണ്ടൊരു ഹായ് പറയിപ്പിക്കാം. ചേട്ടാ ഇവിടെ വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് പോകും. ഇങ്ങോട്ട് ഒരു ഹായ് പറഞ്ഞു. ഓഫർ ലുലു ഹൈപ്പർ മാർക്കറ്റ് മുറബ അകപ്രഥമൻ അരിപ്പായസം കൂട്ടുകറി കേബേജ് തോരൻ. അതാണ് ചേട്ടൻ്റെ സ്നേഹം. ആ സ്നേഹമാണ് നമുക്ക് നിറച്ചു തരുന്നത്. ഓക്കെ ഗൈസ്, ഇന്ന് രാത്രിത്തെ ഓണസദ്യ ലുലുവിൻ്റെ സ്പെഷ്യലാണ്. നാളെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഓക്കെ. കൈ നിറയെ ചോറും കറികളും. ഇനിയും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ താഴോട്ട് എത്ര കൂട്ടം കറികളാണ്. നല്ല അടിപൊളി നാടൻ സദ്യ കഴിക്കാനായിട്ട് ശരിക്കും ഇപ്പോഴൊരു ഒരു വൈബ് വന്നത് കേട്ടോ. ഓണത്തിൻ്റെ വൈബ് ശരിക്കും ഇപ്പോഴാണ് വന്നത്. അപ്പം നമുക്ക് വീട്ടിൽ ചെന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണാം. ഓക്കെ, യെസ്, ഓക്കെ. നമുക്ക് ഇതിൻ്റെ അകത്ത് റെഡിമെയ്ഡ് എന്നൊക്കെ വേണം. അപ്പം, ദോശ, പൂരി, ചപ്പാത്തി, ഇതെന്തത് സകലமான സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ചെറുക്കന് രാവിലെ ബേബി സിറ്റിങ് പോണെങ്കിൽ അവന് കൊടുത്തു വിടാൻ വേണ്ടി ഒരു പൂരി സെറ്റ് അങ്ങ് എടുത്തേക്കാം. ഓക്കെ, നിനക്ക് എന്നാ വേണ്ടേ? ഞാൻ ചപ്പാത്തി വേണമെന്ന്. ഒരെണ്ണം എടുക്ക്. ചപ്പാത്തി ഒരെണ്ണം എടുക്ക്. എടുത്തോ. ആ, ഇതാണ് ലുലുവിലെ ഗ്രോസറി സെക്ഷൻ. നമുക്ക് ആർക്കും അറിയാത്ത പോലെയാ കൂടി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ. ഇല്ല, ഇപ്പൊ റിയാദിലില്ലാത്ത നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാ. അവരറിയട്ടെ. നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാ. യാളാ ഫസ്റ്റ് തുടക്കം എന്തുവാ? കറിവേപ്പിലയോ? എന്തുവാ കുട്ടി എടുക്കുന്നത്? കറിവേപ്പിലല്ല, അത് മറ്റേ ഇത് കൂടെ എടുക്ക്. കറിവേപ്പില എടുക്ക്. കറിവേപ്പില അല്ല. ഓക്കെ, ഇവിടെ ഇല്ല കറിവേപ്പില. അടുത്ത സെക്ഷൻ പോട്ടെ. ചെറുക്കനാണെങ്കിൽ എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം എന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത രീതിയിലാവും പോകുന്നത്. ഗൈസ് ഭയങ്കര റഷാണ് കേട്ടോ. കാരണം നാളെ ഓണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി ഏരിയയിൽ ഭയങ്കരമായിട്ടുള്ള റഷാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ികുടി റഷോട് കൊള്ളാല്ലേ? എന്നാ വേണം തനി കേരളം. മൊത്തം വലിച്ചടിക്കില്ല കേട്ടോ. നാളെ എന്റെ തിരുവാതിര ഉള്ള പോലെ. ഇത് കവറൊന്നും ചെയ്ത് കിട്ടിയില്ലേ? ഇല്ല, അത് എടുത്തിട്ടോ ബില്ലടിക്കുമ്പോൾ കവർ കിട്ടും. കരിഞ്ഞു പോകുന്നുണ്ട് പേര്. ഞാനു എന്നെ എടുക്കുക. എന്തുവാ അതിൻ്റെ ഇടയ്ക്ക്? ഇതാരാ ഇത്? അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു വാവ ഇവിടെ വന്ന് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് അടുത്ത നമ്മളെ പൊടി സെക്ഷനാണോ? എല്ലാം സ്പെഷ്യലായിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. ഇന്നത്തെ ഓണം കാരണമായി എല്ലാം സ്പെഷ്യൽ സെക്ഷനായിട്ട് അവർ റെഡിയാക്കിയേക്കും. എല്ലാം ആണോ? പറയണം.
പ്രൊഡക്ഷൻ സെറ്റ് എല്ലാ കഷ്ണമൊന്നും അവർ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ്റെ പർച്ചേസിങ് കഴിഞ്ഞ് ശ്രീകുട്ടി ഒരു ലോഡ് കലിപ്പും ഒരു ലോഡ് സാധനങ്ങളും വാരിക്കുട്ടി ഇവിടെ നിൽക്കുക. ചെറിയ കലിപ്പിലാണ് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കോൾ വന്നേ. അപ്പോൾ ആ കോളിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവർക്ക് സൂചിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കലിപ്പിൽ നിൽക്കുക. അതെല്ലാം അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുക. ബില്ലിംഗ് സെക്ഷനിലാണ്. വേണ്ടേ, ബില്ലിംഗ് സെക്ഷനിലാണ്. ചെറുക്കനാണെങ്കിൽ ഇവിടെ പൂക്കിറ്റ് പരിപാടിയാണ്. എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും തരത്തില്ല. ഉള്ള മുട്ടായിയും അതും ഇതൊക്കെ വാരിക്കൊണ്ട് എടുത്തോണ്ടിരിക്കുക. എന്താ പറയാനുള്ളത്? അടുത്ത ഫ്ലോറിൽ പോയിട്ട് ഇനി അടുത്ത ഫ്ലോറിൽ മുകളിലാണ് ബാക്കി പർച്ചേസിങ്. ഡ്രസ്സ് ഐറ്റംസ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം മേളിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ മേളിൽ ചെന്നിട്ട് പറയാം. ഓക്കെ, ബൈ ബൈ. തളർന്നു പോയി. ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുക. പക്ഷെ ഒടുക്കത്തെ തിരക്കാണ്. ഇവിടെ നോക്കും, ബില്ലിംഗ് സെക്ഷനിൽ എന്തുമാത്രം സാധനങ്ങളായിരിക്കുന്നത്. ഞാൻ വിശന്നിട്ട് ഒരു മുട്ടായി വാങ്ങിച്ചു. അത് കഴിക്കാൻ പോലും ബില്ലടിക്കുന്നു. അതിന് പിന്നെ തലകറങ്ങി. നമ്മൾ ആദ്യം ചെറിയ സാധനം മേടിച്ചു. നമുക്കിനി ബാക്കി ഐറ്റംസ് മേടിക്കാനായിട്ട് മുകളിൽ പോകണം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. ആ തിരക്ക് കാരണം നമുക്ക് ബില്ലടിക്കാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞാലേ നമുക്ക് ബില്ലടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഫിലിപ്പീനി കുട്ടി നിൽപ്പുണ്ട്. ആ കുട്ടി ചീത്ത വിളിക്കുന്നതാണ്. വീഡിയോ എടുക്കുന്ന കാര്യം പുള്ളിക്കാറ്റി അറിഞ്ഞില്ല. എനിവേ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുക്കൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ മുട്ടായികളും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടപ്പുണ്ട്. എന്തുവാണ് നീ കാണിക്കണേ? അപ്പോൾ നമുക്ക് ബില്ലടിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണാം കേട്ടോ. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. ഒന്നുമില്ല. ഈ കുട്ടിയുടെ മുരിങ്ങക്കോല് ഒടിഞ്ഞു പോയി. അങ്ങനെ ഫൈനലി നമ്മൾ ബില്ലിംഗ് സെക്ഷനിലെത്തി. ബില്ലടിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. ഈ കുട്ടി സകലമായ സാധനങ്ങളും എടുത്ത് കയറ്റി വെച്ച് ബില്ലടിക്കാൻ പോകാം. ഗൈസ്, ബില്ലടിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് സെക്ഷനിൽ കാണാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന്. വെയിറ്റ് ചെയ്യാന്ന് പറ. വേണ്ട, ഓർമ്മ പിടി. ഞാൻ ഒന്ന് കടിച്ചു തന്നോ. ഈ സാധനം കേട്ടോ ഗൈസ് നമ്മൾ മേടിക്കാൻ പോണത്. എന്നാ സ്വീറ്റ് പൊട്ടറ്റയോ? എന്താണ് ഇതിൻ്റെ പേര്? സ്വീറ്റ് പൊട്ടറ്റോ. സ്പൈസ് പൊട്ടറ്റോ. എന്ത് കുന്തോ ആയാലും വേണ്ടിയില്ല. അത് മേടിച്ച് നമ്മളിന്ന് കഴിച്ചിരിക്കും ഗൈസ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നൈസ്. ഫൈനലി ശ്രീകുട്ടിയുടെ കയ്യിൽ വലിയൊരു കുഴല് കൊടുത്തേക്കുക. വലിച്ചു കിട്ടുക. നല്ല വണ്ടി ഇല്ലേ? അവനും കൊടുക്ക്. കൊള്ളാം, അടിപൊളി സാധനം. ഒന്നും പറയാനില്ല ഗൈസ്. ശ്രീകുട്ടനെ വലിച്ചാ ചേരുന്നത്. ഒന്ന് കടിക്കാൻ തുടങ്ങിയേ. കമ്പ് തീർത്തോളൂ. ഇനി ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. സ്പൈസിയാണ്, ഒരുപാട് സ്പൈസി ഇല്ല, എന്നാലും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ലുലുവിലെ സെക്കൻഡ് ഫ്ലോറ് നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ തനതായ ശേഖരം. കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ പ്രായം ചെന്ന ആൾക്കാർ വരെയുള്ള എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കുള്ള ഡ്രസ്സ് ഈ ഒരു ഫ്ലോർ ഫുള്ളുണ്ട്. നിങ്ങൾക്ക് മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും. അതെ, കാണിച്ചു തരാം ഗൈസ്. ഓൾ സെക്ഷൻ കാണിച്ചു തരാം. ഇത് മുഴുവൻ ഡ്രസ് ഐറ്റംസാണ്. ഇത് മുഴുവൻ ഫുള്ള് ഓൾ അങ്ങനെ അറ്റം വരെ ഉണ്ട്. കണ്ട, ഓൾ ഡ്രസ് സെക്ഷൻസാണ്. ഡ്രസ്സിങ് സെക്ഷൻ.
ഞങ്ങൾക്കല്ല, കൊച്ചിന് വേണ്ടി മാത്രം ഒരു ഓണക്കോടി എടുക്കാൻ വേണ്ടി വന്നതാണ്. നമുക്കിപ്പോൾ എന്തോ ഓണക്കോടി എടുക്കാനാണ്, വർഷം ഇത്രയായില്ലേ, ഇനി എന്തോ ഓണക്കോടി എടുക്കാനല്ലേ. എടുത്തോ? ഞാനുമാണെങ്കിൽ ഇതിൽ കറങ്ങി നടക്കുക. അവനിതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും പൊക്കിറ്റ് അലമ്പായി, കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. കൊള്ളാം, കുഴപ്പമില്ല, കളർഫുൾ. ഇത് അവന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ ഈ പൂക്കളും വരകളും മുറികളും ഒക്കെ ഉള്ള ഷർട്ട്. അപ്പം പിന്നെ അതിനടിയിലേക്ക് ഒരു ഇത് വേണം, ധോത്തി പോലത്തെ ഉണ്ട്. വാ ഞാനും വാ. മകനാണോ ഭയങ്കര വണ്ടി ഓടിക്കില്ല, തിരക്കാ. ഈ സെക്ഷൻ കഴിഞ്ഞു, ഇനി അടുത്ത സെക്ഷൻ കാണാം. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ശ്രീകുട്ടിയുടെ ഇല്ലോട്ടോ നമ്മുടെ ചാനലിലെ ഒരു ഫോളോവേഴ്സിനെ കണ്ടതിൻ്റെ സന്തോഷം കേട്ടോ. നമ്മുടെ ഫോളോവറാണിത്. പേരെങ്ങനെയാ? ലിറ്റി. എവിടെ വർക്ക് ചെയ്യുന്നത്? കിങ് ഫഹദിൽ. നമ്മുടെ ഫോളോവേഴ്സ് ആട്ടോ. നമ്മളെ കണ്ടു, ലുലു വെച്ച് കണ്ടപ്പോൾ നമ്മുടെ കണ്ട. ഇത് നമ്മുടെ ഫോളോവേഴ്സാണോ? ഫോളോവേഴ്സാണോ? അല്ല, അങ്ങനല്ലേ ഫോളോ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പെണ്ണുങ്ങളുടെ കൂടെ തുണി എടുക്കാൻ പോകുന്നതിൻ്റെ പാട് നമുക്ക് ആണുങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നോക്ക് ഇങ്ങോട്ട്, മണിക്കൂർ ഒന്നായി ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയിട്ട്. ലേഡീസ് സെക്ഷൻ ആട്ടോ. ലേഡീസ് സെക്ഷനിൽ ഒത്തിരി ഞാൻ കാണിക്കുന്നില്ല, ഫുള്ള് ലേഡീസ് സെക്ഷൻ. അതിനകത്ത് ഞാനത് കയറിയിട്ട് കുറേ നേരമായി. നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന പരിപാടിയല്ല. ഞാനും എന്തി, നീ എന്താ ലേഡീസ് സെക്ഷൻ പരിപാടി? ഇവിടുത്തെ വിശേഷം പറയണോ? ഇന്നത്തെ വിശേഷം പറ. ചുരിദാർ വേണോ സാരി വേണോ? ആദ്യം ഒരു തീരുമാനം പറ. ചുരിദാർ വേണോ സാരി വേണോ? ഒരു തീരുമാനം പറ. കുറേ നേരമായി. സാരി സെക്ഷനിൽ പോയി, ചുരിദാർ സെക്ഷനിൽ പോയി, ഒരു തീരുമാനവുമില്ല. എൻ്റെ കൊച്ചു സാരി സെക്ഷനിൽ നിന്ന് വരുന്ന നോക്ക്. ഇതാണ് ഗായ്സ് പെണ്ണുങ്ങളുടെ കൂടെ തുണി എടുക്കാൻ ഇനി ജീവിതത്തിൽ നല്ല അതിലും 5-6 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇത് കാണുന്ന എല്ലാ ഭർത്താക്കന്മാരും അറിയുന്നതും അനുഭവിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊള്ളാം. ഇനി അതിനുള്ള ബ്ലൗസ് എടുക്കാനുണ്ടല്ലോ. നാളെ ഇത് കൊള്ളിയല്ലെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേരുന്നുണ്ടോ? ചേരുന്നുണ്ട്. ക്യാമറ കാണുന്ന കളറാണോ? കൊള്ളാം, അടിപൊളി സെറ്റ്. ഇല്ലയോ? ചേരുവോ ഗൈസ്? എനിക്കറിയില്ല, ഏതോ ഒരു കുട്ടി പറഞ്ഞ് ചേരുവെന്ന്. ഈ സാരിക്ക് ഈ കളർ ബ്ലൗസ് ചേരുവോ? ഓഫ് കോഴ്സ്. യെസ്, ഓക്കെ. ഞാനൂട്ടന് ചേരുവെന്ന്. ഞാനൂട്ടന് ചേരുവോ? ഉണ്ട്. ഞാനിവിടെ നോക്ക്, ഒന്ന് പൊക്കി കൊടുത്തേ. ഞാനൊന്ന് പൊക്കി കൊടുത്തേ, മുണ്ടൊന്ന് പൊക്കി കൊടുത്തേ. മുണ്ട് പൊക്കി കൊടുക്കടാ. ഞാൻ മടുത്തു ഗൈസ്. ഈ പെണ്ണുങ്ങളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നാലത്തെ അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര പരിതാപകരമാണ്. ഇങ്ങോട്ട് നോക്ക്, കാണിക്കുന്ന പരിപാടി അതെ. ഇത് ലുലുവ കാണിക്കണ പരിപാടി നോക്ക് നിങ്ങൾ ഗൈസ്. കണ്ടോ നിങ്ങൾ എന്തുവാ കാട്ടിക്കൂട്ടുന്നത്? എനിക്കറിയാൻ മേല. കാട്ടാണെങ്കിൽ നോക്കിയാ നല്ല 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 സൂപ്പറാ. എല്ലാവരും പിന്നെ അടിപൊളി. ഇങ്ങോട്ട് നോക്ക്, സൂപ്പറാണ് ഗൈസ്. അടിപൊളിയാ. ആൾക്കാർ വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാം. ഇത് ലേഡീസ് സെക്ഷനാണ്. ഇതിൻ്റെ അകത്ത് എന്നെ കയറ്റി നിർത്തിയേക്കോ. എനിക്കറിയാമല്ലോ എന്നാ ചെയ്യേണ്ടത്. ആരോട് പറയാൻ, എന്ത് ചെയ്യാൻ? മടുത്തു. പറ്റില്ല. എൻ്റെ പൊന്ന് ഗായ്സ്, നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട്
അവസാനം നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, ഒരു കാര്യങ്ങളും നടന്നില്ല. അതിനെന്തറിയോ, നമ്മുടെ ബില്ലിന്റെ അകത്ത് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്. അവർ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു, ഓഫറിന്റെ അകത്ത് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയല്ലെന്ന് പറഞ്ഞു. അത് അവർക്ക് ആ നമ്മുടെ ബില്ല് അടിക്കുന്നതിനകത്ത് അവർക്ക് ഡിസ്കൗണ്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ, അവർക്ക് ക്യാഷ് ആയിട്ട് പേ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പിന്നെ സെപ്പറേറ്റ് വേറെ ഒരു പുതിയൊരു ബില്ലൊക്കെ ഉണ്ടാക്കാനായിട്ട് വന്നു. അങ്ങനെ സമയം എടുത്തു. അപ്പോൾ കുറച്ച് ടെൻഷൻ ആയി പോയേ. അപ്പോൾ നമുക്ക് പൈസ നഷ്ടമാണോന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴേ 100 റിയാല്, അതായത് 250 റിയാലിന്റെ ബില്ലടിച്ച് അതിൻ്റെ അകത്ത് നമുക്ക് 100 റിയാൽ അവർ റിട്ടേൺ തന്നു. പിന്നെ ഒരു 350 റിയാലിന്റെ ബില്ലുണ്ട്, അതിനകത്ത് 50 റിയാൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തില് ബില്ലിന്റെ ഒരു കൺഫ്യൂഷൻ വന്ന കാരണം ഒരു കാര്യങ്ങളും നടന്നില്ല. വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളിപ്പോ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു എൻഡിങ് കിട്ടാതെ പോയത് കേട്ടോ. ഇനി ഞങ്ങൾ അവിടെ തിരിച്ചു വന്നോണ്ടിരിക്കുക. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന കുറേ സിഗ്നൽ കവർ ചെയ്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അത് റിയാദിൽ മെയിൻ ഉള്ളൊരു പ്രശ്നമാണ് നസ്രിയ സിഗ്നൽ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിഗ്നലിന്റെ പേരറിയത്തില്ല കേട്ടോ. എവിടെ നോക്കിയാലും സിഗ്നലാണ്. നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല, ഇവിടെ ഭയങ്കര ട്രാഫിക് റൂൾസ് ആണ് കണ്ടോ. ഇതാണ് കുറെ ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ ഗൈസ് വേറൊരു പറ്റിപ്പോ എന്നാന്നറിയാവോ, അതെന്നാ നമുക്ക് വെജിറ്റബിൾസ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തായിരുന്നു. ഈ പച്ചക്കറി അവിടെ നിന്ന് മേടിച്ചു, അത് സെപ്പറേറ്റ് ബില്ലാണ്. അവിടെ പോയി മറ്റേ ബില്ലടിച്ചിട്ട് വേണം വന്നിട്ട് താഴെ പോയി ബാക്കി ബില്ലടിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ ചെയ്തു ഗൈസ്. ഞാൻ സെപ്പറേറ്റ് ചെയ്ത പച്ചക്കറി എല്ലാം ഞാൻ ബില്ലടിച്ചു. പക്ഷെ എന്നാ പറ്റിയെന്ന് അറിയാമോ, നമ്മള് സെപ്പറേറ്റ് കുറച്ച് അവിയൽ കഷ്ണം പോലെ വാങ്ങിച്ചത്. അപ്പൊ അതിനകത്ത് ബില്ലുണ്ടെന്ന് ഞാൻ അറിയാതെ വിചാരിച്ചു പോയി. പക്ഷെ അതിന് ബില്ലില്ലായിരുന്നു. അതുകൊണ്ട് അത് ഒരു ബില്ലടിക്കുന്ന സെക്ഷനിൽ നിന്ന് അവരത് തിരിച്ചു വെച്ചു. അതുകൊണ്ട് എനിക്ക് ആ സാധനം നമ്മുടെ അവിയൽ രണ്ടാമത് വീണ്ടും ഓടണം. ഇനി ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് നാളെ ഡ്യൂട്ടിയുണ്ട്. പാതിരാത്രി 11:30 12 മണിയായി. 12 മണിയായപ്പോ ഇനി ഓടിക്കൊണ്ടിരിക്കുക പച്ചക്കറി മേടിക്കാൻ, അവിയൽ കഷ്ണം സാമ്പാർ കഷ്ണം മേടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുക. ലുലുമാളിന്ന് വലിയ ലുലുമാളിൽ പോയി സാധനം മേടിച്ചിട്ട് ഇപ്പൊ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം അത്യാവശ്യപ്പെട്ട സാധനം. പിന്നെ ഡ്രസ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വന്നപ്പോഴൊക്കെ ലേറ്റ് ആയി. ഇവിടെ ഇപ്പം സമയം 11:45. നാട്ടിലിപ്പോ ഏകദേശം 2 മണിയായി. അപ്പൊ വേണ്ട ഞങ്ങള് നമ്മള് ഫൈനലി നമ്മള് ലുലുവിന്റെ സാമ്പാറ്, ലുലുവിന്റെ ഇതെന്തോ പച്ചടിയോ ഇത് കൂട്ടുകറി, ഇത് പായസം, അവിയല്, കാളൻ, തോരൻ, പിന്നെ ഇത് പച്ചടിയോ അവിയലല്ല, ഇത് വൈറ്റ് കളർ കിച്ചടി, പിന്നെ റൈസ്. ഇതിപ്പോ നമ്മൾ വന്ന് ഫൈനലി എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് വന്നിട്ട് ശ്രീകുട്ടിയാണെങ്കിൽ ചോറ് വിളമ്പുന്ന സീനാണ്. പാതിരാത്രി ഇനി വർത്താനൊന്നുമില്ല. അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം നമ്മൾ കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓണത്തിൻ്റെ വിശേഷം. ഇത്രേ ഉള്ളൂ. ഇത് കൂടുതൽ വിശേഷങ്ങളൊന്നും വേറെ ഇല്ല. അപ്പം നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ കൂടെ സ്നേഹത്തോടെ കൂടെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറഞ്ഞേ കുട്ടി. അപ്പോൾ ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ കൂടെ സ്നേഹത്തോടു കൂടെ ഉണ്ടാവണം. അപ്പോൾ ഒരിക്കലും കൂടെ ഹാപ്പി ഓണം. അപ്പം സൈനിങ് ഔട്ട്. ബൈ ബൈ. റിയാദ് മല്ലൂസ്.